ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഇപ്പോൾ ഇതുപോലെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് സാധാരണ വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷനാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ചില സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ എന്നെല്ലാം കൊടുത്ത് ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കളയാറെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം ചില നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു എന്നെല്ലാം തോന്നുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതിന്, അതായത് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുന്ന നേരത്തെ ഉള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ കൂടി കാണണമെങ്കിലെല്ലാം ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നിങ്ങൾ ആദ്യം തന്നെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം സെർച്ച് എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ഈ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ താഴെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നതിൽ പോവുക. ഇനി നമുക്ക് ഇവിടെ വീണ്ടും നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ടാബ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ വാട്സപ്പിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അതുപോലെ ഇവിടെ ഈ മെസ്സേജസ്, ഇങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ എല്ലാം താഴേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്തു പോയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വരണമെങ്കിൽ ഇവിടെ ഈ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നമുക്ക് ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ റിലേറ്റഡ് ആയ നോട്ടിഫിക്കേഷൻ എല്ലാം ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി വാട്സപ്പിൽ നിന്ന് മാത്രമായുള്ളതെല്ലാം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഈ വാട്സപ്പിൻ്റെ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് വാട്സപ്പിൻ്റേത് മാത്രമായുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു നോട്ടിഫിക്കേഷനും ഇതുപോലെ നിങ്ങൾ നേരത്തെ ഇവിടെ നിന്നും ക്ലിയർ ചെയ്തു പോയി എന്ന് കരുതി നിങ്ങൾക്കത് മിസ്സാകുന്നില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ സെറ്റിങ്സിലെല്ലാം പോയതിനു ശേഷം ഈ ഒരു ഹിസ്റ്ററിയിൽ പോയി നിങ്ങൾക്ക് നേരത്തെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.